ഹലോ ഗൈസ്, അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇന്ന്. എന്താണെന്നല്ലേ? അതെ, അപ്പോൾ ഞാനൊരു കിഡ്സ് ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്റ്റിച്ച് ചെയ്യാനല്ല, കൈത്തുന്നൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ പ്ലെയിൻ നെറ്റോ പ്ലെയിൻ സാരിയോ നിങ്ങളുടെ വീട്ടിലും കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാമല്ലോ. മിഷൻ വേണ്ട, നമുക്ക് കൈത്തുന്നൽ വയ്ക്കാം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വീഡിയോ കാണിച്ചായിരുന്നു. ഇത് മീഷോന്ന് മേടിച്ച മെറ്റീരിയലാണ്. പ്ലെയിൻ നെറ്റ് 12 മീറ്ററും സാറ്റിൻ 3 മീറ്ററുമാണ് കേട്ടോ. നല്ല പഫായിട്ടുള്ളൊരു ഫ്രോക്കാണ് തയ്ക്കുന്നതെങ്കിൽ അത്രയും എടുക്കാം. പിന്നെ നമ്മുടെ കൈത്തുന്നലും കൂടെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് മെനക്കെട്ട പരിപാടിയായിരിക്കും. അപ്പോൾ അധികം മെറ്റീരിയൽ വേണ്ട, അത്രയും യൂസ് ആക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതി. വേറൊരു ഫ്രോക്കിൻ്റെ അളവ് വെച്ചാണ് കേട്ടോ ഞാൻ അളവ് എടുത്തിട്ടുള്ളത്. ആ ഫ്രോക്ക് 2ആയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ അളവ് ഇങ്ങനെ വരയ്ക്കേണ്ടത്. അപ്പോൾ നെറ്റിൻ്റെ തുണിയും 2ആയിട്ട് മടക്കണം, എന്നിട്ടാണ് ഇങ്ങനെ അളവ് വരച്ചെടുക്കുന്നത്. കട്ടിങ് സമയത്ത് ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്, ഞാൻ വേറൊരു ഡ്രസ്സിൻ്റെ അളവിലാണല്ലോ വെട്ടിയത്. പിന്നെ എൻ്റെ അളവും കാര്യങ്ങളും പറഞ്ഞുതരാൻ എനിക്ക് അങ്ങനെ അറിയത്തില്ല. അപ്പോൾ ഡ്രസ്സിൻ്റെ അളവിൽ നിങ്ങളും ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. യോക്ക് പീസിൽ പ്രത്യേകിച്ച് ഞാൻ വർക്ക് പീസൊന്നും അല്ല കേട്ടോ കൊടുക്കുന്നത്, പ്ലെയിൻ നെറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവിന് സാറ്റും വെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അളവിന് ലൈനിങ് ആയിട്ട് വയ്ക്കാം. പിന്നെ ലൈനിങ് അതിൻ്റെ അടിയിൽ ഒന്നും കൂടെ വയ്ക്കും, കോട്ടൺ ലൈനിങ് വയ്ക്കും. അപ്പോൾ ഞാൻ അത് വെട്ടിയിട്ടില്ല, അത് എടുത്തിട്ടില്ല. സാറ്റിൻ വച്ച് മാത്രമേ തയ്ക്കുന്നുള്ളൂ. കാരണം സാറ്റിൻ ഒരുവിധം ഒരു ക്വാളിറ്റി ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ കോട്ടൺ ലൈനിങ് വയ്ക്കുന്നില്ല. അപ്പോൾ പ്ലെയിൻ നെറ്റ് നമ്മൾ സാറ്റിൻ്റെ ഒരു കറക്റ്റ് ലെവലിന് വെച്ചിട്ട് കഴുത്ത് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ആദ്യം കഴുത്തൊന്ന് പെർഫെക്ഷൻ ആക്കണമല്ലോ. അപ്പോൾ ഞാൻ കഴുത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ മറിച്ചൊന്നും ഇടണ്ട കേട്ടോ. കാരണം സാറ്റിൻ നല്ല വശത്താണ് നമ്മൾ പ്ലെയിൻ നെറ്റ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കഴുത്തിൻ്റെ സാറ്റിൻ വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മളൊരു ക്രോസ് പൈപ്പിംഗ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ക്രോസ് ആയിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് അത് നല്ല വശത്തേനെ വെച്ച് തച്ചിട്ട് മറിച്ച് തച്ചാൽ മതി.
നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ ചെറുതായിട്ട് ഹെമ്മിങ് കൂടെ ചെയ്താൽ മതി. അപ്പോൾ ഒരു നല്ല ഉറപ്പിനായിട്ട് നെക്ക് അങ്ങനെ തന്നെ ഇരിക്കും. ഇതുപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്തെടുക്കുക. അതായത് ബാക്ക് യോക്കിൻ്റെ പീസും നെക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് ഷോൾഡർ വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നെക്ക് പീസ് റെഡിയാവും. സ്ലീവ് വച്ചതിന് ശേഷമേ നമ്മൾ ആ സൈഡ് ഒന്ന് ജോയിൻറ്റ് ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ സ്ലീവ് വയ്ക്കുന്നതിന് മുന്നേ സൈഡ് ജോയിൻറ്റ് ചെയ്ത് ആ ഒരു കൈ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പാടായിരിക്കും. അതുകൊണ്ട് സൈഡ് ജോയിൻറ്റ് ചെയ്ത് മുന്നേ നമ്മൾ സ്ലീവ് വയ്ക്കണം. യോക്ക് പീസ് പരസ്പരം ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഡ്രസ്സിൻ്റെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അരിക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. കാരണം ആ ഒരു യോക്ക് പീസ് കറക്റ്റ് ജോയിൻ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ യോക്കിൻ്റെ പരിപാടി പകുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് മാറ്റി വെച്ച് നമുക്ക് താഴത്തെ പോർഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ താഴത്തെ പോർഷൻ ഫ്രോക്കിൻ്റെ അളവിന് നീളം എടുത്തിട്ടുണ്ട്. വീതി എന്ന് പറയുമ്പോൾ ഞാൻ 4 മടക്കിട്ടാണ് നെറ്റ് എടുത്തിട്ടുള്ളത്. കാരണം വീതി കൂടുന്തോറും നമ്മളെ പ്ലീറ്റ് കൂടും. അപ്പോൾ പ്ലീറ്റ് ഇടുന്ന ഫ്രോക്കിന് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നീളം കറക്റ്റിന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫ്രോക്കിൻ്റെ അതേ നീളം എടുത്തിട്ടുണ്ട്. വീതി ഇപ്പം 4-5 ലെയർ ഞാൻ മടക്കി വെച്ചാണ് നെറ്റ് കട്ട് ചെയ്തിട്ടുള്ളത്. കാരണം പ്ലീറ്റ് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പ്ലീറ്റ് എടുക്കുമ്പോൾ നല്ല ക്ഷമ വേണം കേട്ടോ. നമ്മൾ കൈത്തയിൽ വയ്ക്കുമ്പോൾ നല്ല എളുപ്പമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ ഇച്ചിരി പാടാണ്. അപ്പോൾ ഈ ഫ്രോക്കിന് 2 തട്ടുണ്ടായിരുന്നു. 2 തട്ടിലും പ്ലീറ്റ് എടുത്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 തട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് കുറച്ച് ഫ്രില്ല് പോലെ കൊടുക്കണമായിരുന്നു കേട്ടോ. അതാണ് പണി. അപ്പോൾ ഈ നീളത്തിന് നമ്മൾ കുറേ പീസ് ഇങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ട് കുത്തിയിരുന്ന് അങ്ങ് പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റ് നമ്മുടെ നടുക്ക് ഭാഗത്തായിട്ട് ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ പ്ലേറ്റ് എടുത്ത് പോയാൽ മതി. അതായത് ഫ്രില്ല് താഴെ വയ്ക്കാൻ വേണ്ടിയിട്ട്. രാത്രിയൊക്കെ ആയി കേട്ടോ ചെയ്ത് വന്നപ്പോൾ. ഫ്രില്ല് റെഡിയായതിനു ശേഷം നമ്മുടെ ആ നെറ്റിൻ്റെ എൻഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അത് ഒരു ഫ്ലെയറിലേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അടിത്തട്ടിൽ ചെയ്യുന്നില്ല. പുറമേ കാണുന്ന ആ നെറ്റിൻ്റെ എൻഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഒന്ന് ഉറപ്പിന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് പോലെ ചെയ്ത് പോയാൽ മതി.
പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 പ്ലീറ്റും കൂടെ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ യോക്കിലല്ല, രണ്ടും പരസ്പരം ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഫ്രില്ല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഫ്രില്ലെടുത്ത് സ്ലീവിലും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. ഇടുപ്പ് വണ്ണം അനുസരിച്ച് താഴത്തെ പോർഷൻ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ യോക്കിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി യോക്ക് നല്ല വശം ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു താഴത്തെ പോർഷൻ ഇല്ലേ അതിൻ്റെ ഉള്ളിലോട്ട് കമഴ്ത്തി ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ചെയ്ത് എടുത്താൽ മതി. അതായിരിക്കും ഇച്ചിരി കൂടെ എളുപ്പം. ഇപ്പം നമ്മൾ നെറ്റ് മാത്രമേ താഴെ തച്ചിട്ടുള്ളൂ, ലൈനിങ് തച്ചിട്ടില്ല. ഇനി നമ്മൾ ഫ്ലെയറിനായിട്ട് ലൈനിങ്ങും കൂടെ വെട്ടി മാറ്റിയിട്ടുണ്ട്. അതും കൂടെ മറിച്ചിട്ടതിന് ശേഷം ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ യോക്കുമായിട്ട് ജോയിൻറ്റ് ചെയ്ത സ്റ്റിച്ച് ഉണ്ട്. ഇനി ലൈനിങ്ങും കൂടുന്ന സ്റ്റിച്ച് എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ഉറപ്പ് കിട്ടിക്കോളും. അങ്ങനെയും കൂടെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ഫ്രോക്ക് മറിച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കും അറിയാത്ത കാര്യങ്ങൾ ഞാൻ മറ്റുള്ള യൂട്യൂബ് വീഡിയോസിലൊക്കെ നോക്കിയാൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയണേ. ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ നൽകണോ അതോ മ്യൂസിക് മാത്രം ഇട്ട് പോയാൽ മതിയോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഫ്രോക്കിൽ കുറച്ച് സ്റ്റോൺ വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രോക്ക് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമുക്ക് കൈത്തയ്യലുണ്ട് ചെയ്യാൻ പറ്റുമോ? കാരണം ഇത്രയും വലിയ ഹെവി ഫ്രോക്ക് ഞാൻ ചെയ്തെടുത്തില്ലേ. കാരണം പ്ലീറ്റൊക്കെ എടുക്കുമ്പോൾ വെച്ചിട്ട് സമയം വരും, ഫ്രില്ല് എടുക്കുമ്പോൾ അതിനേക്കാൾ സമയം വരും. ഒന്ന് പരിശ്രമിച്ചാൽ മതി. പരിശ്രമിക്കാൻ ഇഷ്ടമില്ലാത്തവർ കുറ്റം പറയും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് പറയുമാണെന്ന് മൈൻഡ് ചെയ്യണ്ട. 1-2 ചെയ്ത് വരുമ്പം ഓക്കെ ആവും നമ്മൾ. പിന്നെ നമുക്ക് ചെയ്യാൻ തോന്നത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്തെങ്കിലും ഇനി അടുത്തൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒന്നും കൂടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാച്ചാ.